എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങ് വന്നപ്പോഴത്തേനും അവിടത്തെക്കാട്ടി ഇരട്ടി ചൂടായിരുന്നു ഇവിടെ. എൻ്റെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂട്. ഇപ്പം എല്ലായിടത്തെ അവസ്ഥ അതായിരിക്കുമല്ലോ. പ്രാർത്ഥിച്ച് അവസാനം എന്താ വൈകിട്ടൊരു മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഴയ്ക്ക് മുന്നേ അതൊരു കൊടുങ്കാറ്റാണ് വന്നത്. കൊടുങ്കാറ്റിൽ അവിടെ കെട്ടിയിരുന്ന ടാർപ്പെല്ലാം കൂടെ അഴിഞ്ഞ് മണ്ടയിൽ കൂടെ വീണിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പം പുതിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേസ്. അത് വിജയകരമായി എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ വിജയിച്ചു. കുറച്ചൊക്കെ വിജയിച്ചു, കുറച്ചൊക്കെ ഇതേപോലെയൊക്കെ ആയി നിൽപ്പുണ്ട്. പിന്നെ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തരാവും നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാമേ. അതിൻ്റെ ഇടയിൽ കല്ലൊക്കെ കെട്ടി തൂക്കി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ആന മണ്ടയിൽ കൂടെയാണ് അടുത്ത് കാറ്റിൽ വീണേന്ന് അറിഞ്ഞൂടാ കേട്ടോ. ആ ടൈമിൽ തന്നെ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേസ്. ഇസുവിൻ്റെ പുറത്താണെങ്കിൽ ചൂട് കാരണം ഭയങ്കര ചൂടുകൂരുമായിരുന്നു കേട്ടോ. ഒരു മഴ പെയ്തെങ്കിൽ അതിൽ കുളിപ്പിക്കാമായിരുന്നു. മഴവെള്ളത്തിൽ കുളിച്ചാൽ കുറേ അങ്ങ് മാറുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഭാഗ്യം പോലെ ആ മഴയത്ത് കുറച്ച് നേരം ഇസുവിനെയും കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി നിന്നേട്ടാ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 2 ദിവസമൊക്കെ ആയപ്പോൾ